വാസ്തുവിലെ ഡെലുലു എഫക്ട്. അപ്പൊ ഈ എഫക്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കാണാനൊന്നും പറ്റുമൊന്നും ഇല്ല. എനർജി ചിലത് വരുമ്പോൾ നമ്മളെ മൈൻഡ് ചില രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യും. തോർത്ത് കൊണ്ട് ഇട്ടായിരുന്നു, രാവിലെ നോക്കുമ്പോൾ തോർത്ത് അവിടെ ഇല്ല, ആ വീടിന്റെ കൊലയിലിട്ടും തോർത്തെടുക്കുന്നത്. വാസ്തുവാരതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രവും മനുഷ്യ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്കിന്ന് സംശയ നിവാരണത്തിനായി എത്തിയിട്ടുള്ളത് പ്രശസ്ത വാസ്തു വിദഗ്ധൻ ശ്രീ നിഷാന്ത് തോപ്പിൽ സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ സാർ, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഓഫീസ് സ്പേസിൽ അവന് ഒരു നെഗറ്റീവ് എനർജിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് മുൻപ് ആരോ അവിടെ ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എഫക്റ്റ് അവൻ പറയുന്നുണ്ട്. അപ്പൊ അതൊരു പുതിയൊരു സിനിമ ഇപ്പൊ ഇറങ്ങിയ സർവമായ സിനിമയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഡെലുലു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് കേരളം മൊത്തം അംഗീകരിച്ചൊരു എഫക്റ്റായി മാറുന്നുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ആയിട്ട് കാണുന്നത്. അപ്പൊ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവായിട്ടും ആൾക്കാർ റിസീവ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വാസ്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? വെരി ഗുഡ്, നല്ല ചോദ്യമാണ്. വാസ്തുവിലെ ഡെലുലു എഫക്ട് ഗ്രേറ്റ്. ഏതായാലും ഇപ്പോ പ്രാധാന്യമുള്ളതാണ്. രസം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇപ്പൊ അതിനൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതില് ഒരു വലിയ സബ്ജക്റ്റ് ആണ് കേട്ടോ. അത് നല്ല സിമ്പിൾ ആയിട്ട് പറയാം. എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഓക്കെ, ഊർജ്ജം ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. പിന്നെ എന്താ സംഭവിക്കുക? ഒരു ഇതിൽ നിന്ന് വേറെലേക്ക് മാറും. അപ്പൊ നമ്മള് ഈ ബോഡിയാണ് എടുക്കണത്. അപ്പൊ ഇത് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്തായി? ഈ ബോഡി കത്തിച്ച് കളഞ്ഞു അല്ലെങ്കിൽ കുഴിച്ചിട്ടു. ഓക്കെ, എന്നിരുന്നാലും ആ ഒരു സോക്കോൾഡ് എനർജി ശരിക്കും ഭൂമിയിൽ നിന്ന് പോകണമെങ്കിൽ കുറച്ച് അതിൻ്റെ ഒരു എടുത്ത സ്പേസ് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഒരാളെ ശരീരം കത്തിച്ച് കളഞ്ഞാലും ശരി, ആ ബോഡി എടുത്തൊരു സ്പേസ് വഴിയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ ആ ഒരു സ്പേസിനെയാണ് ടെക്നിക്കൽ ടേം പറയുമ്പോൾ ആദവാഹക ശരീരം എന്ന് പറയും. ആദവാഹക ശരീരം. അതായത് എന്ന് പറഞ്ഞാൽ അതാണ് ചിലവർ മരിച്ച വീട്ടിലൊക്കെ ഞാനിപ്പോ ആളെ കണ്ടില്ലോ ഇവിടെ പോയിന്ന്. അതായത് ആ ഒരു സാധനത്തിന് നമ്മൾ എന്താ പിണ്ടം വെക്കുക അല്ലെങ്കിൽ എന്താണ് ബലി ഇട്ടിട്ടൊക്കെ അതിനെ ലയിപ്പിക്കണം എന്നാ. 10 ദിവസം. അതായത് നമ്മള് പ്രസവത്തിൽ 10 മാസം എടുത്ത പോലെ തന്നെ അതുമാതിരി തന്നെയാണ് പുത്രന്റെ ധർമ്മം എന്നൊക്കെ പറയുന്നതായിട്ടാ പറയുന്നത് നമ്മളെ ഇന്ത്യൻ സിസ്റ്റത്തില്. അപ്പൊ ഈ എഫക്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതിനൊന്നും നമ്മൾ ചെയ്യാൻ പറ്റൂല, കാരണം അതിന് കയ്യും കാലും ഇല്ല. പിന്നെ ഡെലുലു എഫക്ട്, ഇതൊരു രൂപം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കാണാനൊന്നും പറ്റുമൊന്നും ഇല്ല. അത് പിന്നെ കുറച്ച് സിനിമേന്റെ വേർഷനുണ്ട്. പക്ഷേ എനർജി ചിലത് വരുമ്പോ നമ്മളെ മൈൻഡ് ചില രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇപ്പൊ രാത്രി ഒരു പ്രേത മൂവി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഹൊറർ മൂവി കണ്ടിട്ട് രാത്രി കിടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതപ്പോ നമ്മളെ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാല് ബോഡി കൊണ്ടുപോയിട്ട് ശ്മശാനത്തിൽ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞ് കുഴിച്ചിട്ടോ. പക്ഷെ ഈ എവിടെയാണോ ആത്മഹത്യ നടക്കണത് അവിടെ ആ പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ ആ എനർജീന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ എനർജി ഒന്നും ചെയ്യാനൊന്നും പറ്റൂല, അതിനൊന്നും പറ്റൂല. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രസകരമായ ഒരു ഇതിലൂടെയാണ് പറയുക. അതായത് രാഘവേട്ടനൊരു സ്വപ്നമുണ്ട്. മൂപ്പർക്ക് ഒരു ആനേനെ മേടിക്കണം. ഇതാണ് മൂപ്പരെ ആഗ്രഹം. ആനേനെ വാങ്ങണം. ഇതാണ് രാഘവേട്ടന്റെ ആഗ്രഹം. ഈ ആഗ്രഹം വരുമ്പോ അത് അങ്ങനെ തന്നെ പ്രപഞ്ചത്തിലേക്ക് പോകുന്ന സ്പ്രെഡ് ആവും. നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യത്തെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം, അത് നിങ്ങൾ ആഗ്രഹം. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഇതിങ്ങനെ. അപ്പൊ നമ്മളെ ഉള്ളിൽ ഒരു തോട്ട് വരുമ്പോ അതൊരു വൈബായിട്ട് യൂണിവേഴ്സിലേക്ക് സ്പ്രെഡ് ആവും. പക്ഷേ ഈ കഹാനിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അന്ന് രാത്രി രാഘവേട്ടൻ മരിച്ചുപോയി. അപ്പൊ നേരത്തെ എന്നെ തിരിച്ചു വരികയാണ്. ആനേനെ മേടിക്കണം എന്നുള്ള ആഗ്രഹം. ഇത് 2 തരത്തിൽ ഇത് ഇല്ലാണ്ടാകാം. ഒന്ന്, അയാള് ആനേനെ മേടിക്കുന്നു, ആനപ്പുറത്തിരുന്നു സഞ്ചരിക്കുന്നു. 2, ഇനിയിപ്പൊ പ്രായമായില്ല, ഇനിയിപ്പൊ ആനേനെ മേടിച്ചിട്ട് എനിക്ക് കയറാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ആഗ്രഹത്തിന് ഒഴിവാക്കാം. രാഘവേണ്ട തോട്ട്സിലൂടെ തന്നെ ഒഴിവാക്കാം. അപ്പൊ ഇതിന് 2ന്റെയും നിൽക്കുന്ന മിഡിലാണ് ഇത് സംഭവിച്ചത്. അന്ന് രാത്രി രാഘവേട്ടൻ മരിച്ചുപോയി. അപ്പൊ ഈ തോട്ട്സ് എവിടെയുണ്ട്? അവിടെ യൂണിവേഴ്സിൽ ഉണ്ട്. അതായത് ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു SMS അയച്ചു, നിങ്ങളെ റേഞ്ചിലില്ല, അപ്പൊ SMS കിട്ടില്ല. പക്ഷെ എപ്പോഴെങ്കിലും റേഞ്ചിൽ വരുമ്പോ എന്തുണ്ടാവും? SMS വരും. അതേപോലെ നമ്മൾ ഓരോരോ ഫോഴ്സസും ഈ യൂണിവേഴ്സിലുണ്ട്. അപ്പൊ അത് പിന്നെ നെക്സ്റ്റ് വീക്കസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ എനർജി വൈബ്രേഷൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഒന്ന് വരുമ്പോൾ എളുപ്പം ലിങ്ക്ഡ് ആവും. അതായത് എന്ന് പറഞ്ഞാല് അതാണ് നമ്മൾ പഴയ ആളുകളൊക്കെ പറയുന്നത് പൂർവികരുടെ
ഇതിനൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണത്. കാരണം എന്ന് പറഞ്ഞാല് ബലികർമ്മങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് പറയണത്. ചില ആൾക്കാർ എപ്പോഴും എഫക്ട് ചെയ്യുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ബലിയിടാറുണ്ടോ എന്നൊരു ചോദ്യം ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇത് അതൊക്കെ കാരണം ഇതിന്റെ എന്തിനാ ഇത് ഇടുന്നതെന്ന് അറിയില്ലേ. അപ്പൊ അതായത് മരണശേഷമുള്ള എല്ലാതും സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ, മരിച്ചതിനൊന്നും ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ഒരു തോട്ട്, അതായത് ആനേനെ വെടിക്കണം എന്നുള്ള തോട്ട്, അത് ഇനി അടുത്ത വന്ന് എഫക്ട് ചെയ്യുക ഇയാളെ മകനെയാ. കാരണം ഈ എനർജി പിന്നെ ഏതിനെയാണ് സ്വാധീനിക്കുക എന്നാ. അപ്പൊ ആ എനർജി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എനർജി വരുന്നതിന് അതിനെ സ്വാധീനിക്കാൻ തുടങ്ങും. അപ്പൊ ഈ വ്യക്തിക്ക് മകനും മകൻ്റെതായ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മകനും മകൻ്റെതായിട്ടുള്ള ആഗ്രഹം പേടിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഉള്ളില് അതിനെ പിടിക്കും ഈ എനർജി കാണാണ്ട് അത് വർക്കാവും. അപ്പൊ എന്താ വെച്ചാൽ മകന്റെ ഉദ്ദേശമൊന്നും നടക്കൂല, അവനൊന്നും അറിയാത്ത വെറുതെ ആനന്റെ പിന്നാലെ ഉണ്ടാവും നടക്കുന്നത്. ഇത് നമ്മള് രസമായിട്ട് തോന്നും, പക്ഷെ ഇതിങ്ങനെ സംഭവിക്കാതെ. ഇതിനെയാണ് വാസ്തുവില് അതിൻ്റെതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ എനർജികളെ ചില സിസ്റ്റം ഉണ്ട്. ആ എനർജീനെ ആവാഹനം എന്നൊക്കെ പറയും. അതിനെ മാറ്റാൻ പറ്റും. വാസ്തുവിൽ പൂജയുണ്ടോ ബലിയുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ പൂജയും ബലിയും ഒക്കെ വാസ്തുവിൽ ഇന്നത് പാടില്ല എണ്ണില്ല. എന്താ പ്രോബ്ലം, അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്ന്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെയുള്ള അൺവാണ്ടഡ് എനർജി ഉണ്ടെങ്കിൽ നമ്മളെ ബിസിനസ് പുരോഗമിക്കില്ല. കാരണം ആ എനർജി അവിടെ നിൽക്കുമ്പോൾ ആ എനർജി അതിന്റെ ആവശ്യങ്ങളാണ് നിറവേറ്റാൻ നോക്കുക. പിന്നെ അപ്പൊ അതെടുത്ത് ഇപ്പൊ ചില ഹോണ്ടഡ് ഹൗസ് എന്ന് പറയുന്നില്ലേ. ഹോണ്ടഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നുമില്ല. അപ്പൊ അതിങ്ങനെ ഓരോരോ ഇതുണ്ടാവും. കുറച്ചുകൂടി രാത്രിയോടെ പോയി എനിക്കൊരു സ്വഭാവം, രാത്രി പോയി കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാണ്. അപ്പൊ തോർത്ത് കൊണ്ട് ഇട്ടായിരുന്നു. രാവിലെ നോക്കുമ്പോൾ തോർത്ത് അവിടെ ഇല്ല, ആ വീടിന്റെ കൊലയിലുണ്ട് തോർത്ത് എടുക്കുന്നത്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്കിത് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മളെ വിളിക്കുക. എന്ന് വെച്ചിട്ട് നമ്മളതുമായിട്ട് ഉപദ്രവിക്കണമില്ല, അതുമായിട്ട് രോഗിയാകണമില്ല. അത് ചില കേസുകൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ അതിനെ ഒഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാല് അത് നമ്മളെ ഒഴിപ്പിച്ചത് ആരെയാണോ അയാളുടെ കൂടെ പോകുന്നൊക്കെ പലരും പറഞ്ഞു കേട്ടോ. അത് സിസ്റ്റം പ്രോപ്പർ അല്ലാണ്ട് വരുമ്പോഴാണ് അത് നമ്മളെ ഈ ഡെലിവറി അതാണ് ഇപ്പൊ അയാള് കൂടെ വന്ന അല്ല. അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഊർജങ്ങൾ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു രൂപമൊന്നും കണ്ടുന്നൊന്നും വരില്ല. അത് പിന്നെ ഒരു സിനിമേൻ്റെ ആയിട്ടുള്ള ഒരു ഭംഗിയും കൂടി അതിൽ ആഡ് ചെയ്യണല്ലോ. അതുകൊണ്ട് വന്നാണ്. പക്ഷെ ആ എനർജീസ് ഉണ്ടാവും. അതാണ് ചിലപ്പോൾ വോയിസ് മാറി സംസാരിക്കുന്നതൊക്കെയാവും. ഇതിന് ഞാൻ കണ്ടത് വാസ്തു പ്രോപ്പർ ആണോ, കൃത്യമായിട്ട് സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഒക്കെ കറക്റ്റ് ആണോ, അവിടേക്ക് ഇങ്ങനെയുള്ള എഫക്റ്റ് വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എനർജീസ് ഒക്കെ സ്റ്റേ ചെയ്യുക അൺപ്രോപ്പർ ആയിട്ടുള്ള, അതായത് ശരിയല്ലാത്ത വാസ്തുവിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളതിനൊരു വീക്ക്നെസ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഊർജം കയറുക. നേരെ മറിച്ച് ഒരു സ്ട്രോങ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വാസ്തുവാണോ അവിടേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി വരില്ല. ഇത് വെറുതെ പറയല്ല, അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെയുള്ള എഫക്ട് പോയതൊക്കെ വീടുകളുണ്ട്. പിന്നെ അതിൽ നമ്മളെല്ലാം ഉണ്ട് കേട്ടോ. അത്ര മന്ത്രം തന്ത്രം ഇതൊക്കെ ഉപയോഗിക്കണം. വാസ്തുവിനെ പറയുക, ഇത് ജ്യോതിഷത്തിനെ പറയുക പ്രശ്നക്കാരെന്നാ. അതായത് എന്താ പ്രശ്നം കണ്ടുപിടിക്കുന്ന ആളാണ്. പക്ഷെ വാസ്തുവിൽ എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷനാ, പരിഹാരം. അപ്പൊ പരിഹാരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വീണ്ടും പഴഞ്ചലിലേക്ക് പോവുകയാണെന്ന് കരുതരുത്. ഇതൊക്കെ സയൻസാ. നമുക്കിത് സയൻസ് അല്ല എന്നുള്ള പഴഞ്ചനാണെന്നുള്ള നമ്മളെ തോട്ട്സ് കാരണമാണ് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. എന്നാലും ഇപ്പം ഡെലിവറി തന്നെ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് സിനിമ വിജയിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ കുറേയും കൂടി ആളുകളുടെ അവയർനെസ് ഇങ്ങനെയുള്ള എനർജി ഒക്കെ ഉണ്ടാവും എന്നുള്ളതിൽ വന്നു. അപ്പൊ ഒരാള് ഒരു വീട്ടിൽ വന്നിട്ട് എന്ത് കളിച്ചിട്ട് ശരിയാണില്ല, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട്, പരസ്യം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു കുട്ടി ഉള്ളിലേക്ക് കയറുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവിടുത്തെ എനർജി ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില എനർജീസ് ഉണ്ടാവും, നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണില്ല. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇരുടുണ്ടെങ്കിൽ ഇരുടിലല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്, നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് വെളിച്ചത്തിലാണ്. ഇരുട്ടാണെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുക വേണ്ടേ, അല്ലാണ്ട് ഇരുട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ നമുക്ക് ആ എനർജീനെ ഒന്നും നമ്മൾ ചെയ്യണ്ട, പകരം നമ്മൾ ഇതിൻ്റെ എനർജി കൂട്ടുകയാണെങ്കിലോ അത് അപ്പൊ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാസ്തു പ്രോപ്പർ ആയിട്ട് ആക്കി കഴിഞ്ഞോ അവിടെ ഇങ്ങനെയുള്ളത് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിലാകില്ല. കാരണം മനുഷ്യാലയം എന്ന് പറയുന്നത് മനുഷ്യന്റെ താമസിക്കുന്ന വീട്. മനുഷ്യാലയത്തിൽ ഈ അടുത്തൊരു ഇതുണ്ടായി. ഇപ്പൊ മൃഗങ്ങൾ വളരുന്ന വീട്ടില് ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതായത് നായിനെയും പൂച്ചേനെയും ഒക്കെ വീട്ടുന്ന വീട്ടിലേക്ക് ലക്ഷ്മി കയറാൻ മടിയായിരിക്കുന്ന
സോറി കേട്ടോ, ഇനിയിപ്പോ നായിനും പൂച്ചേനെ ഒന്നും ഒഴിവാക്കണ്ട കേട്ടോ, എന്നാലും പറയാണ് പെറ്റ് ലവേഴ്സിന്റെ ലവേഴ്സിന്റെ പ്രശ്ന. കാരണം ഓരോന്നിനും ഓരോ സ്ഥാനം പറയുന്നുണ്ട്. അതായത് മനുഷ്യാലയം മനുഷ്യന് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചിട്ട് നായിനും പൂച്ചേനും ഒക്കെ അടിച്ചോടിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. പശുക്കളാണെങ്കിലും പശുവിനെ ആരെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ കയറ്റുമോ? പക്ഷെ ഇപ്പൊ ഒരു പശു വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ കുള്ളം പശു വന്നിട്ടുണ്ട്. അല്ല പറയാണ് ഇതിന് ഓരോന്നിനും ഓരോ സ്ഥാനം പറയും. ഇനിയിപ്പോ എന്ത് പെറ്റിനുണ്ട്, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീട്ടിലേക്ക് പോയപ്പോ എന്താണ്, അത് ബെഡ്റൂമാ, മുറി അടച്ചിട്ടാ. ഞാൻ പറഞ്ഞു ബെഡ്റൂമിന്റെ വാസ്തു നോക്കണ്ട. വേണ്ട സാർ, അതിൽ 14 നായ്ക്കുട്ടികളാ. അല്ല അപ്പൊ അങ്ങനെയുള്ളത് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പെറ്റ് ലവ് എന്ന് പറയുമ്പോ അതില് ആന ഒരു പുരോഗതിയുടെ സിമ്പിളാണ്. അപ്പൊ ആന വീട്ടില് വളർത്തുമ്പോ ഐശ്വര്യം ഉണ്ടാവും. പക്ഷെ ആനനെ ആരും വീടിന്റെ ഉള്ളിൽ കയറ്റാറില്ല. അതാണ് ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സമൃദ്ധി ഐശ്വര്യമൊക്കെയാണ്. അത് മാത്രമല്ല നമുക്ക് വേണ്ട കുറെ കർമ്മങ്ങൾ അവരെടുത്തു പോകും. ഇപ്പൊ നമ്മളിപ്പോ എക്വോറിയത്തില് മീൻ വളർത്തുന്ന പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് വേണം പരീക്ഷ നോക്കിയോളൂ. അതിൽ എനിക്കൊരു അനുഭവം എന്ന് വെച്ചാല് എത്ര മീൻ വളർത്താൻ നോക്കിയിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്വോറിയം. പക്ഷെ എന്തൊക്കെ നോക്കിയിട്ടും മീൻ വളരുന്നില്ല. അതിന് റീസൺ ഉണ്ട്. ആ സ്ഥലത്തെ എനർജീസ്, അതായത് ഓരോ ലീവിങ് ഇതില് വാസ്തുവിൽ പറയുമ്പോ, റെമഡിയൽ വാസ്തു പറയുമ്പോൾ ഒരു 9 സൈസിലുള്ള കറപ്ഷൻസ് പറയുന്നുണ്ട്, അതായത് റെമഡീസ് പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് ലിവിങ് ബീയിങ്സാ. അതായത് വീട്ടിൽ മീനിനെ വളർത്തുക, പട്ടീനെ വളർത്തുക, പൂച്ചേനെ വളർത്തുക, ഇതും റെമഡി ആയിട്ട് പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചില ഭാഗത്ത് ചിലതിന് സൊല്യൂഷനായിട്ട് അത് കൊടുക്കേണ്ടി വരും. അതായത് ചില അൺവാണ്ടഡ് എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നതിന് പകരം ഇതിലേക്കാവും, ചാനലൈസ്ഡ് ആവും. അപ്പൊ അതാ പറഞ്ഞ അവിടെ പോകണം, സ്റ്റഡി ചെയ്യണം, എന്താ പ്രോബ്ലം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ മരുന്ന് കൊടുക്കാൻ. മരുന്ന് കൊടുത്താൽ റിസൾട്ട് ഒക്കെ വരും. കാരണം എന്ന് പറഞ്ഞാല് ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. വെറുതെ പറയല്ലേ കേട്ടോ. ഇപ്പൊ പറയണത് നമ്മൾ ഈ ഡെലിവലു എന്നൊക്കെ പറയണത് നമ്മള് ഫിലിമിന് കണ്ട മാതിരി അത്ര ഇതായിട്ടല്ല. പക്ഷെ ലൈഫില് നമ്മളെ ആഗ്രഹത്തിന്റെ കൂടെ നമ്മൾ വിചാരിക്കുന്ന പാത്തിൽ പോകാണ്ട് നമ്മൾ വേറെ എന്തൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് മോഹൻലാലിന്റെ ഭാഷ പറഞ്ഞാൽ ഭ്രാന്തനെ പോലെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമ്മളെ ലൈഫിലോ നമ്മളെ വീട്ടിലോ നമ്മളെ സ്ഥലമൊക്കെ എന്തോ നമ്മളെ ഇഷ്ടത്തിൽപ്പെടാത്ത എന്തോ ഒരു എനർജി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിപ്പോ ഇങ്ങനെ രൂപമായിട്ടോ സിനിമയിലെ ഫിലിം എഫക്റ്റിലോ ഒന്നും ഭീകരമായിട്ടോ ഹൊററോ ഒന്നും ആയിട്ടല്ല. ആ ഒരു സ്വാധീനം ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കാര്യം അവിടെ വെക്കും, ബാക്കി എല്ലാത്തിനും നമ്മൾ ഓടും. അവസാനം എല്ലാത്തിനും ഓടാൻ സമയം ഉണ്ടാവും, സ്വന്തം കാര്യത്തിന് നോക്കാനുള്ള സമയമില്ല. ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു അൺവാണ്ടഡ് എനർജികളാണ്. അപ്പൊ വാസ്തു കറക്റ്റ് ചെയ്തോ അങ്ങനെയുള്ള എനർജീസ് അവിടെ നിൽക്കില്ല. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഡെഡ് എനർജീസാ. ഡെഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ക്രിയേറ്റീവ് അല്ല, കാരണം അത് പോയി. പക്ഷെ ആ എനർജിക്ക് ഭൂമി വിട്ടു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അടുത്ത ഒരു ഇതിലേക്ക് പോകാൻ പറ്റണില്ല. ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യണ കുറെ പറയാനുണ്ട് കേട്ടോ. അതില് ഒരു സംശയം എന്താ വെച്ചാല്, ഇപ്പൊ റീസെന്റ് കണ്ടൊരു വീഡിയോ, റീസെന്റ് അല്ല കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വന്നൊരു വീഡിയോ ആണ്. ഒരു വെയിറ്റ് ലിഫ്റ്റ് ചാമ്പ്യൻ, അദ്ദേഹം വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് സക്സസ് ആവുന്നു. അദ്ദേഹം ആ ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്നതിന്റെ കൂടെ തന്നെ ഭാര്യയുടെ ഫോട്ടോ പിടിച്ച് നിൽക്കുന്ന ആ ഒരു പ്രസൻസ് അവർ ഫീൽ ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതേപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് പുള്ളി രഞ്ജി കളിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു എനർജി ഇവരെ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ആ ഒരു വിശ്വാസമാണ്, അതൊരു സയൻസിന്റെ ഭാഗത്തിലെന്നല്ല, ഒരു വിശ്വാസമാണ്. അതാണോ സാറ് പറഞ്ഞത്? വിശ്വാസമല്ല, റിയാലിറ്റിയാണത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സെൻസിനൊക്കെ ഒരു ലിമിറ്റേഷനാണ്. അതായത് പറഞ്ഞാൽ ഇപ്പൊ റേഡിയോ മാംഗോ, വിവിധ് ഭാരതി, ഇതൊക്കെ ഓരോ ട്യൂണിങ്ങാ. ആ ട്യൂണിങ്ങിൽ വെച്ചാൽ അത് പറ്റും. അതേപോലെ തന്നെ മായ എന്നാ പറയാ. മായ മീൻസ് മെഷറബിൾ, അളക്കാൻ പറ്റുന്നത്. അതായത് കണ്ണുകൊണ്ട് കാണുന്നതിന് ഒരു പരിധി ഉണ്ട്. അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ കാതുകൊണ്ട് കേൾക്കുന്നതിന് ചില ഫ്രീക്വൻസീസ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോന്നിനും സ്പർശനത്തിനും എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്, മീൻസ് മെഷറബിൾ. അപ്പൊ ഈ ഫ്രീക്വൻസിയിൽ നിന്ന് മാറി ഒരു ഫ്രീക്വൻസിയിലേക്ക് മാറുക. കാരണം ഈ ഫ്രീക്വൻസീസ് എന്താണെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ സഹായം വേണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അതായത് 5 എലമെന്റ്സ് ഉണ്ടാവണം. പക്ഷെ ഈ എനർജി എന്ന് പറയുന്നതിന് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ആ ഫ്രീക്വൻസി അവിടെ ഉണ്ടാവും. അതാണ്. അപ്പൊ ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും ഒന്നും പറ്റില്ല. കാരണം ഇത് വേറെ ഒരു വേവ് ലെങ്ത്തിലാണ്. ഇപ്പൊ നമ്മള് ചെറിയ പ്രാന്തന്മാരുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ സാധനമൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവരുടെ ട്യൂണിങ് വേറെ ഒരു ഇതിലായതിനെ കൊണ്ട് അവർക്ക് അത് കിട്ടണ്.
നമ്മളൊരു പെർട്ടിക്കുലർ ട്യൂണിലായതിനെ കൊണ്ട് അതിൽ മാത്രമാണ്. ഇനി ചില മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക്, ചില ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഓറ കാണാൻ പറ്റും, കളർ തിരിച്ചറിയാൻ പറ്റും, ഇതൊക്കെ പറ്റും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ട്രെയിൻ ചെയ്താൽ പറ്റും. പക്ഷെ ഓവറായിട്ട് അതിലേക്ക് പോകണ്ട, കാരണം സ്റ്റേഷൻ മാറിപ്പോകും. അതാണ്. അപ്പൊ ഇതൊരു രസകരമായ ഒരു ഫീൽഡാണത്. ഇപ്പൊ വീട്ടില് അങ്ങനെയുള്ള എനർജി ഉണ്ടാവും, വാസ്തുവിലൂടെ അത് 100% ക്യൂർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എനർജി വീട്ടിലുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ നിഷാൻ ടോപ്പിനെ വിളിച്ചാൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത് എന്തായാലും പറ്റും. അതിനൊക്കെ ചില സൂചനകളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില പെൻഡുലം പോലത്തെ ചില ഉപകരണങ്ങളുണ്ട്, അതിലൂടെയൊക്കെ നമുക്കത് കണ്ടെത്താൻ പറ്റും. അത് ഉണ്ടോ, നമുക്കതിനുള്ള മരുന്നും ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്, 100% സൊല്യൂഷൻ ഉണ്ട്, 100% ഉണ്ട്. വാസ്തു സംബന്ധമായ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിരവധി ചർച്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും നമ്മൾ വരുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടി വാസ്തുഭാരതിയുടെ ഈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മളടുത്ത് വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഉത്തരം നൽകിയ നിഷാൻ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.